അത്ര വലിയ വീട്ടിൽ ജീവിച്ചങ്ങൾക്ക് ഈ കൂലി കഴിയാൻ മടിയുണ്ട് മക്കൾ. ഈ ബാപ്പാനോടൊക്കെ വെറുപ്പുണ്ടോ? എന്തെങ്കിലും പറയുന്നത്? മുതലിന്നും പോയി നാളെ വരൂല. വാപ്പ വിഷമിക്കണ്ട. ഞങ്ങൾക്ക് ഈ കൂലി കഴിയാൻ ഒരു വിഷമവും ഇല്ല. വാപ്പ ഞങ്ങളടുത്തുണ്ടായാൽ മാത്രം മതി. ബാപ്പങ്ങളെ വിട്ട് എങ്ങോട്ടും പോകൂല. ആ സമയത്താണ് സലീമാക്കാന്റെ കുടുംബം താത്തയ്ക്ക് ആലോചനയുമായി വന്നത്. സ്വത്തും മുതലും സ്വർണ്ണവും ഒന്നും വേണ്ടെന്ന് പറഞ്ഞപ്പോ വാപ്പ അവരെപ്പറ്റി അധികം ഒന്നും അന്വേഷിക്കാതെ താത്തയുടെ സലീമാക്കാന്റെയും കല്യാണം നടത്തി. പിന്നെയാണ് അറിഞ്ഞത് അയാളുടെ സ്വഭാവം നന്നാക്കാൻ വേണ്ടി താത്തയെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുകയായിരുന്നു എന്ന്. 2-3 വർഷമായി നിങ്ങളോടൊപ്പം പൊറുക്കാൻ തുടങ്ങിയിട്ട്. എന്റെ വാപ്പാന്റെ കണ്ണീര് കണ്ടിട്ട് നാട്ടുകാരുണ്ടാക്കി തന്ന സ്വർണ്ണൊക്കെ കൊണ്ടുപോയി കുടിച്ചു തൊലച്ചു. ഇനി ഈ മാലയും വളയുള്ളൂ. നിങ്ങള് നന്നാവില്ല. നിങ്ങളൊരു മൃഗ. എന്റെ കുട്ടി വലുതാവാണ്. ഓക്ക് വേണ്ടി കരുതിയതത്. അതും കൊണ്ടേ നശിപ്പിക്കുകയാണല്ലോ. പഠിച്ചോനെ, ഞാൻ എന്താ കാട്ടുക? എടീ, അന്ന് എനിക്ക് വിശ്വാസമല്ല. അതിന്റെ കുട്ടിയാണോ നിന്നെ അത്ര നല്ല പിള്ളയാ. വേണ്ട വേണ്ട, നിങ്ങൾ എനിക്ക് വേണ്ട. ഞാൻ എന്ത് സഹിക്കും. സ്വന്തം ഭാര്യയുടെ ചാരിത്രത്തിൽ സംശയിക്കുന്നത് നിങ്ങൾ എനിക്ക് വേണ്ട. എന്താ മോളെ, എന്തിനാ കരയുന്നത്? വയ്യ വാപ്പ, എനിക്ക് അയാളെ കൂടെ കഴിയാൻ വയ്യ. ഞാൻ അവിടെ നിന്ന് എന്നെ കുട്ടീനെ അയാൾ കൊല്ലും. എന്റെ കുട്ടീന് എങ്ങോട്ടും പോണ്ട. എന്റെ കുട്ടീന് ഈ ബാപ്പ നോക്കും. എല്ലാ കഞ്ഞിനെള്ളം കുടിച്ച് ഞമ്മക്ക് ഇവിടെ വാ. താത്ത വന്ന് 1 വർഷം കഴിഞ്ഞപ്പോ ഒരു ദിവസം സലീമാക്ക താത്തയെ തെരഞ്ഞു വന്നു. എളാമാന്റെ കുട്ടി കഴിക്കേ. താത്ത, കുട്ടി കഴിക്കണില്ല. എന്തെങ്കിലും പറഞ്ഞ് കഴിപ്പിക്കാൻ നോക്ക്. എളാമാന്റെ കുട്ടി വാതർക്ക്. താത്ത, ഞാനിവിടെ ഇല്ലാത്തോണ്ട് നിനക്ക് അഴിഞ്ഞാടി നടക്കാം. നല്ല സുഖായില്ല. ബാപ്പ ഇവിടെ ഇല്ല, ഇജ്ജ് പോയിക്കോ. നല്ല മനുഷ്യനായി എന്നെനിക്ക് വരാൻ പറ്റോ അന്ന് ഇവിടെ കയറിയാ മതി. അതുവരേക്കും ഇങ്ങനത്തെ ഒരു മരം ഞങ്ങൾക്കില്ല. പോയിക്കോ. അതിന് ഞാനിവിടെ പൊറുക്കാൻ വന്നതല്ല. ഇവിടെ മാലല്ലേ, അത് എനിക്ക് വേണം. തരൂല. ഓളെ മാപ്പുണ്ടാക്കി കൊടുത്തത് അനക്ക് കുടിച്ച് കൂത്താടാനല്ല. കൊറേ നശിപ്പിച്ചില്ലേ. മാല നീ തരില്ലടി. വിട് വിട് വിട്. വിടടാ എന്റെ കുട്ടീനെ. അന്ന് ഞാൻ വെച്ച് നോക്കും. മോളെ, ആ ചേട്ടന്മാരെ വീട്ടിലുണ്ടാവും വാപ്പ. വീട്ടിൽ വരാൻ പറഞ്ഞു. പോടെ എന്റെ വീട്ടിൽ നിന്ന്. ഉമ്മ, എന്റെ മോളെ കൊണ്ടോണം. മോളെ, അയാളെ കുട്ടീനെ കെഞ്ചു കറിഞ്ഞിക്കണേ. അന്ന് തുടങ്ങിയതാ. ആദ്യമൊക്കെ താത്ത വളരെ വയലന്റ് ആയിരുന്നു. എന്റെ മോള് വന്നതിന് ശേഷം അവൾക്ക് മോള് മുത്തുമോളായി. ഇപ്പൊ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. മുത്തുമോളെ തിരിച്ചു കിട്ടിയെന്ന ആശ്വാസത്തില് അവർക്ക് നല്ല മാറ്റമുണ്ട്. അന്ന് പോലെ ചികിത്സയും നടത്തിയിരുന്നോ? ആ, ബാപ്പ ഡോക്ടർമാരെ കാണിച്ചിരുന്നു. വീട്ടിൽ തന്നെ അങ്ങനെ അടച്ചു പൂട്ടി ഇരുത്തണ്ട. വല്ല ഫംഗ്ഷനിലൊക്കെ കൂട്ടിക്കൊണ്ട് പോയിക്കോളൂ. ആളുകളോട് ഇടപഴകുമ്പോൾ ശരിക്കും മാറ്റമുണ്ടാവും. എന്നാ ശരി സാർ, ഞങ്ങൾ പോട്ടെ.
ആ നിഷാദേ, ഇവരെ വീട്ടിൽ കൊണ്ടുപോയി വിടൂ. പോവാം. മരുന്ന് നന്നായി കഴിക്കണം കേട്ടോ. അതൊക്കെ ഞാൻ കൊടുത്തോളാം. ഞാൻ പോട്ടെ. വരൂ, ചായ കഴിച്ചിട്ട് പോവാം. ശരി. അത് ശരി. പടച്ചോനെ, ഇവൻ കൊത്തി കൊത്തി മർമ്മത്ത് കയറി കൊത്താൻ തുടങ്ങിയല്ലോ. നമ്മളെ മുതലാളിയുടെ സ്വപ്നത്തില് സുനാമി അടിച്ചല്ലോ റബ്ബേ. ഇത് മൂപ്പരോട് പറഞ്ഞിട്ട് തന്നെ കാര്യം. മുതലാളി, മുതലാളി. മുതലാളി, തൊള്ളിയിലുള്ളത് ചോദിച്ചു വാങ്ങി. ഇറങ്ങടാ. എന്തടാ പരിപാടിയൊക്കെ നല്ല ജോറായി നടക്കുന്നില്ലേ? ഈ രോഗികളുടെ വീട്ടിലെ പെണ്ണുങ്ങളെ മയക്കുന്ന മരുന്ന് എന്റെ അടുത്തുണ്ടല്ലേ? എന്താ നിങ്ങൾ ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവും. നോക്കടാ, ഓനൊന്നും അറിഞ്ഞിട്ടില്ല, പാവല്ലേ. നിങ്ങള് കുറച്ച് പ്രവാചകന്മാർ ഇറങ്ങിക്കണ് നാട് നന്നാക്കാൻ. അനക്കുവ ടീച്ചർക്കും എന്താടാ ബന്ധം? വേണ്ട മോനെ, അതെ ഹൈദ്രോസിന്റെ കനിയാ. ഇനി മേലാല വീട്ടിലേക്ക് പോവേ അവളോട് സംസാരിക്കേ ചെയ്ത അന്ന് ഈ ഹൈദ്രോസിന്റെ കൈയുടെ ചൂടറിയും. തടി കേടാവും മോനെ. വരണടാ. ആ ടീച്ചറേ ഞങ്ങളെ മുതലാളിന്റെ കാത്തു സൂക്ഷിക്കണ കസ്തൂരി മാമ്പഴ. അത് കൊത്തിക്കൊണ്ടാൻ വന്നാലേ എന്റെ ആകാശവാണി ഞങ്ങള് കൂട്ടും. ഇന്നൊരു തമാശ നടന്നു. ഹൈദ്രോസ് എന്നൊരാൾ എന്നെ വഴിതറിഞ്ഞ് ഭീഷണിപ്പെടുത്തി. വീട്ടിലേക്ക് കയറിയാലോ റെജീനയോട് സംസാരിച്ചാലോ എന്നെ ശരിയാക്കി കളയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആരാണ് അയാൾ? പഠിച്ചോനെ, എന്നാൽ അങ്ങക്ക്. പടച്ചോനെ, എന്റെ കുട്ടികൾ എന്തിനാണാവോ ഇങ്ങനെ പരീക്ഷിക്കണത്? ഹൈദ്രോസ് ഈ നാട്ടിലെ പ്രമാണിയും പൈസക്കാരനുമാണ്. പണം ഉണ്ടെങ്കിൽ എന്തും നേടാന്ന അയാളുടെ വിചാരം. ഭാര്യയും മക്കളുള്ള അയാൾക്ക് എന്നെ വിവാഹം കഴിക്കണോ അത്രേ? അയാളെ വിവാഹം കഴിക്കുന്നതിൽ നല്ലത് ഒരു മുഴ കയറിൽ തൂങ്ങുന്നതാ. ആദ്യമൊക്കെ വഴിയിൽ വെച്ച് ശല്യം ചെയ്യുമായിരുന്നു. ഇപ്പൊ സ്കൂളിൽ വന്നും ഭീഷണിപ്പെടുത്താൻ തുടങ്ങിയിട്ടുണ്ട്. ഒരാശ്രയവും ഇല്ലാത്ത ഞങ്ങള് ആരോട് പോയി പറയാനാ? നിങ്ങളെ വേദനിപ്പിക്കാൻ ചോദിച്ചതല്ല, വേദന മാറ്റാൻ വന്ന ഞാൻ തന്നെ നിങ്ങൾക്കൊരു വേദനയാവരുതല്ല. ഇല്ലമ്മ, ഇജ്ജി ഞങ്ങൾക്കൊരു വേദനയാവും. മനുഷ്യത്വമില്ലാത്തവർക്കും ചോരത്തളപ്പുള്ളവർക്കൊക്കെ അങ്ങനെ തോന്നും. നാടിനും വീടിനും വേണ്ട ഒതുക്കപ്പെട്ട മുറി അട്ട നോക്കി കിടക്കുമ്പോ ഒരു പ്രതീക്ഷയുണ്ടാവും. ആഴ്ചയിലെപ്പോഴും കാലത്ത് കേൾക്കാതെ നിങ്ങളൊരു തലോട് നല്ല രണ്ട് വാക്കും. ശരി, ഞാൻ ഇറങ്ങട്ടെ. ആരോരും ഇല്ലാത്തവർക്ക് ആരെങ്കിലൊക്കെ ഉണ്ടാവും.